സമയത്ത് നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരിക്കുക. എല്ലാവരും ഹല്ലേലൂയ പറയാമോ? എൻ്റെ പേര് സിന്ധു, ഞാൻ മൺമട്ടത്തുനിന്ന് വരുന്നു. ഞാൻ രണ്ടാമതാണ് ഇവിടെ സാക്ഷി പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ കൈയുടെ രണ്ട് സൈഡിലും വേദനയുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നു. അന്നേരം സാക്ഷി ഞാൻ പറഞ്ഞില്ല. എങ്കിലും ഇന്ന് അത് വീട്ടിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ കൈ വിരിച്ചു പിടിച്ച് എനിക്ക് പ്രാർത്ഥന ചെല്ലുവാൻ കഴിഞ്ഞു. എത്ര നാളായിട്ടുള്ള വേദനയാണ് സിന്ധു? അത് ഒരു വർഷം മിച്ചമായി. മരുന്ന് വല്ലതും ചെയ്തായിരുന്നോ? മരുന്ന് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ല. ഇവിടെ നിന്നോ അണുമ്പ് പോകുമ്പോൾ രണ്ട് സൈഡിലും വേദന. എനിക്കിനെ കൈ ഉയർത്തി പിടിക്കാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൈ അങ്ങ് താഴ്ന്നു പോകുമായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ രണ്ട് ആ മൈക്ക് വിട്ടേ എന്താ രണ്ട് കൈ ഒന്ന് ഉയർത്തി കാണിച്ചവരെ, രണ്ട് കൈ ഉയർത്തി കാണിച്ച്. അങ്ങനെ കൈ പൊക്കാൻ പറ്റാത്തവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പൊ കർത്താവ് പ്രാർത്ഥിക്കും. സുഖം തരുന്നത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്നെല്ലാം കൈവീശി കാണിച്ചേ. കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കിക്കേ. അങ്ങനെ സുഖപ്പെട്ടു എന്ന് തോന്നുന്നവരൊന്ന് കൈവീശി കാണിച്ചേ. നല്ലപോലെ കൈവീശി കാണിച്ചേ. അവിടെ ഒന്ന് രണ്ട് മൂന്ന് പേരെ കർത്താവ് സുഖപ്പെടുത്തി. 3 പേരെ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ പറഞ്ഞേ. കടുത്തുട്ടിയിൽ വരുന്ന ഈ 2 സാക്ഷ്യമാണ് പറയാനുള്ളത്. ഒന്ന്, അങ്ങനെ കൊച്ചുമോന് കണ്ണിൽ അലർജി ആയിട്ട് 1 വയസ്സായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പൊ കൊച്ചിന് 12 വയസ്സുണ്ട്. ഈ 1 വയസ്സായപ്പോൾ തുടങ്ങിയ അലർജി 1 വയസ്സായി കണ്ണിന് ചുമപ്പും കണ്ണിന് ചൊറിച്ചിലും. എന്നിട്ട് അത് എന്നും കൊച്ചു മോള് വിളിച്ച് പറയും, അമ്മേ ഒന്ന് പ്രാർത്ഥിക്കണം അമ്മേ എന്ന് പറയും. ഒരു യുകെയിലാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. വലിയപ്പ പറഞ്ഞ് മോനൊരു കാര്യം ചെയ്യാം, കൊച്ചിലേക്ക് മാറ്റി നിർത്തുക, ഫോണും കൊടുത്ത് കൊച്ചു വലിയപ്പ പറഞ്ഞ് എനിക്ക് കാണാൻ, കൊച്ചു പറഞ്ഞ് എനിക്ക് നോക്കാൻ പറ്റിയല്ല, ഈ കണ്ണിന് അത്ര തുറക്കാൻ പറ്റിയ എൻ്റെ കണ്ണൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി, എനിക്ക് അത്രയും വിഷമമാണ്. 1 വയസ്സ് മുതൽ കൊച്ചു അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ചികിത്സ ഒത്തിരി ചെയ്തായിരുന്നു. മാറിയില്ല. ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണാനും പോകാനൊന്നും സൗകര്യമില്ല. കാരണം അവർക്ക് ഒത്തിരി വിഷമിക്കുമായിരുന്നു. അപ്പോൾ മോള് 2 ദിവസം കഴിഞ്ഞപ്പോൾ വലിയപ്പ വിളിച്ച് കൊച്ചിനെ നെറ്റിയെ എണ്ണ കൊണ്ട് നെറ്റിയെ ഫോണിൽ കൂടെ തന്നെ കുരിശ് വരച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാം, എന്തെങ്കിലും ദൈവമേ ഒരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് ഏതോ ഒരു വഴി ഒരു ഡോക്ടറെ സ്ഥിരമായിട്ട് കാണിക്കാനായിട്ടുള്ളൊരു കൃപ കൊടുത്തു കൊച്ചിനെ. അപ്പോൾ അവിടെ സാക്ഷ്യം പറഞ്ഞത് മാറിയിട്ടില്ല, എങ്കിലും ഇങ്ങനെ വഴി കണ്ണിലെ അസുഖം പൂർണ്ണമായിട്ട് കർത്താവ് എടുത്ത് മാറ്റിനാട്ട് കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത ആഴ്ച അത് തിരിച്ചറിഞ്ഞ് വരിക കേട്ടോ. കർത്താവ് ആ കുഞ്ഞിന്റെ അസുഖം വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടുകാരോട് ഞങ്ങൾ ഒരു ശകലം സ്ഥലം ചോദിച്ചു. ഞങ്ങളുടെ പുറകിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഇടതുവശത്ത് ഒട്ടും സ്ഥലമില്ല, ചെരിഞ്ഞ് വേണം പോകാൻ. അവർ വിലയൊക്കെ പണിത് അപ്പം ഇച്ചിരി സ്ഥലം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കിണറിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലും കിണറിനോട് ചേർന്ന് ഞങ്ങൾ ചോദിച്ചു ഒരു ഇച്ചിരി വെക്കാൻ മാത്രം മതി എന്ന് പറഞ്ഞു. അവർ അപ്പനും മകനും കൂടെ വന്ന് സ്ഥലം കണ്ട് തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനോട് തരാൻ എല്ലാം ശരിയാക്കി തരാം, അതിനുള്ള വില തരണം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും വന്ന് അവർ വന്ന് പറഞ്ഞു സ്ഥലം പറ്റിയെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തരാൻ പറ്റിയെന്ന് ഞങ്ങളൊന്നും പറഞ്ഞു ഞങ്ങൾക്കൊരു തന്നില്ല. ഞങ്ങൾക്കൊരു ശകലം സ്ഥലം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും തീർന്ന് നടക്കണം കൈവീശി, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചിട്ട് അവർ തന്നില്ല. ഏതായാലും അതോടെ ചൊല്ലി ഞങ്ങൾ 2 കൂട്ടരും കൂടെ ഇച്ചിരി പണക്കത്തിലായിരുന്നു. 1.5 മാസമായി. അപ്പോൾ എൻ്റെ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് നമ്മൾ ദിവസവും പള്ളിയിൽ പോകണ്ടേ, അവർ ഹിന്ദുക്കളല്ലേ, അവർക്ക് അറിയത്തില്ല. നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി സഹോദരനോട് പോലും വെറുപ്പുണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ചിട്ട് പോയി വേണം വന്ന് ബലിയർപ്പിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ 1.5 മാസമായി ആർക്കും മിണ്ടാൻ അങ്ങോട്ടും ഇങ്ങനെ. ആണുങ്ങൾ തമ്മിൽ മിണ്ടുന്നുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. എന്തായാലും ഞാനിവിടെ വന്ന് എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കാൻ എനിക്കൊരു സാക്ഷ്യം പറയണം, അവരുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഉള്ള കൃപ തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും ദൈവം മിണ്ടാനായിട്ടുള്ള അവസരം ഒരുക്കി തന്നു. വീട്ടിൽ സംസാരിച്ചവരുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ അങ്ങ് പോകുന്ന പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് ക്ഷമിക്കുക, നമ്മളല്ലേ ജീവിതത്തെ അറിഞ്ഞവരും, അപ്പോൾ നമ്മൾ വേണം ക്ഷമിക്കാൻ. അതെങ്ങനെ ദിവസവും പള്ളി പോകുന്നവർ ഈ വേറെ ഭാഷയെ കുറിച്ചുകൊണ്ട് പോയിട്ട് എത്തിപ്പെടാം.
എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിന്നെ സഹോദരനുമായിട്ടുള്ള ഈ യോജിപ്പ്, ആൾക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം. ഈ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരിക. ഇവരോട് മിണ്ടിയില്ലെങ്കിൽ എന്നെ ചെയ്യും. നമ്മൾ പള്ളിയിൽ പോയി ബലിയർപ്പിക്കാൻ ഒത്തിരി വിഷമം, സങ്കടം, അവിടെ വന്നാലും പ്രാർത്ഥിക്കാനൊരു സങ്കടം, അവരുമായിട്ട് ഗമ്യപ്പെട്ടാലും ഞങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടും. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. ഏതായാലും ദൈവം അത് ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്ന കാലഘട്ടം വഴി ഞങ്ങൾക്ക് ഈശോ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസി. ഞാൻ ഈ രാത്രികാട്ട് ചെറുത് മൂന്നിലവിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ കൂടെയുള്ള എൻ്റെ മോളുടെ കുഞ്ഞാണ്. ഇവിടെ 8 മാസമായപ്പോൾ ഉണ്ടായി. പക്ഷേ വയറ്റിൽ കണക്ക് നിന്ന് പോയിരുന്നു. അതായത് 8 മാസമായി പ്രീ മച്ചോ ബേബിയാണ്. 8 മാസമായപ്പോൾ ഈ കുഞ്ഞിനെ ഡെലിവറി എടുത്തല്ലേ? അതെ. അത് കഴിഞ്ഞ് പാലായിൽ അവർ പറഞ്ഞു കൊച്ചിന് അനക്കം കുറവാണ്, കൊച്ചിനെ കിട്ടാൻ പ്രയാസമാണ് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ അതെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. പാലായിന്ന് കുട്ടികളുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോഴും ഡോക്ടർ നമ്മുടെ അമ്മയോട് നേരെ പറഞ്ഞു, കുട്ടിയെ കിട്ടാൻ സാധ്യത തീരെയില്ല, പക്ഷെ അമ്മയെ രക്ഷപ്പെടാം, നോക്കാം, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ പിറ്റേ ദിവസം വരെ നോക്കി. രാവിലെ 3 മണിയായപ്പോൾ കൊച്ചു ജനിച്ചു. പക്ഷെ അവർക്ക് തീരെ അനക്കം കുറവായിരുന്നു. എങ്കിലും അനക്കമുള്ളതുകൊണ്ട് അവർ നോക്കാൻ വേഗം പോയി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് കുടലിലൊരു സിസ്റ്റായിരുന്നു. അപ്പം അന്ന് അവർ വെന്റിലേറ്ററിൽ വെച്ച് കൊച്ചിനെ. പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞു. കൊച്ചുണ്ടായി. പിറ്റേ ദിവസം കൊച്ചുണ്ടായപ്പോൾ 2 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ തൂക്കം കുറഞ്ഞു 170, 800 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടുന്നില്ല. 3-3.5 മാസമായപ്പോഴും 800 ഗ്രാം വരെ വന്നു. അതെ, 800 ഗ്രാം വരെ വന്നു. അതായത് 1 കിലോ ഇറച്ചിയില്ലായിരുന്നു, കയ്യെ വെക്കാനുള്ള ഇറച്ചിയില്ലായിരുന്നു. 800 ഗ്രാം വരെ വന്നു. ആ കൊച്ചിന്റെ പടമാണിത്. ഓപ്പറേഷൻ ഇവിടെ കിടക്കുന്ന പടമാണ് കൊച്ച്. ഇത് മാറില്ല, ആ കുട്ടികൾ മാറില്ലേ? ആ കൊച്ചാണ് ഈ കൊച്ച്. ഇത് കണ്ടോ, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന കണ്ടോ, 800 ഗ്രാം ഉണ്ടായിരുന്ന കുട്ടി. 800 ഗ്രാം. ആ 800 ഗ്രാമുള്ള കുട്ടിക്ക് 3 ഓപ്പറേഷൻ നടത്തി. 2, മൂന്നാമത്തെ എവിടെ കിടത്തി അല്ലേ? ചെയ്തില്ല. 3ാമത് ഓപ്പറേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പാലായിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ ഇലക്കാടുള്ള ഒരു മോളശേഷിയെ ബസ്സിൽ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് എന്നാ പറ്റിയ മോളുടെ കുഞ്ഞ് ഇങ്ങനെ ആശുപത്രി കിടക്കുവാണ്, 3ാമത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. 2 മാസമായപ്പോഴത്തേക്കും 2 ഓപ്പറേഷൻ ചെയ്ത് വയറ് കീറി. ഇത് 800 ഗ്രാമുള്ള കുട്ടിയെ കീറി അല്ലേ? അതെ. ഇനി 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിൻ്റെ ആരോഗ്യസ്ഥിതി തീരെ മോശമായി. വീണ്ടും കുടല് ഒട്ടിപ്പോയി, കുടല് പഴുത്തു. അപ്പോൾ ഡോക്ടർ എല്ലാ ദിവസവും എക്സ്റേ എടുക്കുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്, അവർ പരിശോധന എല്ലാം. പക്ഷെ കുടല് ചുരുങ്ങിയിരിക്കുവാണ്. അപ്പോൾ പറഞ്ഞു 3ാമത് ഒരു ഓപ്പറേഷൻ വേണം, എല്ലാവരും ഒപ്പിട്ട് തരണം, പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒപ്പിട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോളശേഷിയെ ബസ് വെച്ച് കാണുന്നത്. അപ്പോൾ മോളശേഷി എന്നോട് പറഞ്ഞു, എൻ്റെ അനിയത്തി ഇലക്കാട് പള്ളിയിലൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കുന്ന ആളാണ്. 800 ഗ്രാം വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ട് 4 പല്ലിക്കുഞ്ഞ് കൂടുന്നത് അല്ലേ? അത്രേ. ഭക്ഷണമൊന്നും കൊടുക്കത്തില്ലായിരുന്നു, പാലൊന്നും കൊടുക്കത്തില്ല, ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഛർദ്ദിക്കുമായിരുന്നു. അപ്പോഴാണ് അതെ. എനിക്കേ ചേച്ചി ഒരു ടിക്കറ്റ് തന്നത്. അന്ന് മോൾചേച്ചി കുറിച്ച് വെച്ചിരിക്കുന്ന ആളുകളിൽ മുന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്നു. അതെ, എൻ്റെ നമ്പർ എഴുതി കൊടുത്തു. മരിയ എന്നെ രാത്രിയിൽ വിളിക്കുന്നു, വരുവാണെങ്കിൽ അച്ഛനെ കാണാൻ അവരില്ല. എൻ്റെ നമ്പർ എഴുതി അവിടെ കൊടുത്തു. കാരണം എനിക്കൊരു പാതി ബോധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവർ പറയുന്ന പോലെ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആശുപത്രിയിൽ ചെന്നു. ഐസിയുവിലാണ് മോള് കിടക്കുന്നത്. മോൾ ചേച്ചി സൂക്ഷിച്ച് വെച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും തന്നതാണ്. അപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ മോള്. അച്ഛൻ അന്വേഷിച്ച് എണ്ണ തന്നു, മാതാവിൻ്റെ പ്രാർത്ഥന തന്നു. അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ എണ്ണ തൊട്ട് കുഴിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് മോളെ ഇങ്ങോട്ട് വരുമ്പോൾ, അച്ഛൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ കൊച്ചിൻ്റെ രാവിലെ തൂക്കം എടുക്കാൻ കൊണ്ട്. അപ്പോൾ 20 ഗ്രാം
തിരിച്ചു കൊടുക്കും അല്ലേ? അതെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പണ്ടും തോമാസ്ലിഹായുടെ ആൾക്കാരാണ്, കുഞ്ഞുമക്കളാണ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും മാതാവിന് കൈയ്യടി കൊടുക്കാവോ? മാതാവിന് പോലും കൈയ്യടി കൊടുക്കുമ്പോൾ ചെറുതായിട്ടാണ്. നല്ല കൈയ്യടി കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുട്ടിയാണ് ഈ കുട്ടി. ഈ കുട്ടി ഇപ്പൊ ആ കുട്ടി ഇങ്ങോട്ട് മാറുന്നേ, ഇങ്ങോട്ട് മറ്റോട്ട് നിന്നേ. ഇവിടെ ഇവിടെ അവൾ ഇന്ന് എനിക്ക് വന്നത് മുട്ടായിയൊക്കെ ആയിട്ടാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ അവർക്ക്. അവൾ വെള്ളിയാഴ്ച ആവുമ്പോഴേ അമ്മയോട് പറയും എനിക്ക് പള്ളിയിൽ പോകണം. അങ്ങനെയാണ് അവള് അമ്മമാരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. കുഞ്ഞിന് അവർക്ക് അമ്മ മാതാവ് കുഞ്ഞിന് കൊടുത്ത ജീവനാണ്. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചൊരു കേസാണ്. നിങ്ങൾ ഈ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടേ പോകാവോ? ഈ ഫോട്ടോ കാണാം. ഒരു പല്ലി കുഞ്ഞിനെ പോലെ ചെറുതെ കിടക്കുന്നത്. അവള് പറഞ്ഞത് ആ മൈക്കിൽ കൂടെ പറ. രാവിലെ വന്ന വഴിക്ക് ഞങ്ങൾ 6 മണിയായപ്പോൾ അവിടെ നിന്ന് ബസ് കയറിയാണ്. വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു ഒരു കുഞ്ഞു മാതാവിനെയെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം, അച്ഛന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടല്ലേ മിഠായി കൊടുക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മിഠായി വാങ്ങിക്കണം. നല്ല നല്ല കുഞ്ഞുവാവയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇവിടെ എല്ലാം പറയാൻ തുടങ്ങിയിരുന്നു. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം, എന്നെ സുന്ദരിയാക്കി അച്ഛൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അവൾ കുഞ്ഞിലെ എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്കറിയാം. ഓട്ടോയിലുണ്ട് എങ്ങനെയാണ് ഇരുന്നത്. എന്താ എന്നെ അച്ഛൻ നല്ല സുന്ദരിയാക്കിയില്ലേ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം, പ്രാർത്ഥിക്കാൻ പോകണം. മൈക്കത്ത് കൊടുത്ത് ബാബയത്തിൽ സംസാരിക്കോ? പേരന്റെ വിളിക്കുന്നത് പ്രിയ കുട്ടി, ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയുന്നോ? ഒരു ഹാലേലിയ പറഞ്ഞേ, ഹാലേലിയ പറഞ്ഞേ. മാതാവിന്റെ ഒരു പാട്ട് ഒന്ന് പാടി കേൾപ്പിച്ചേ. അവര് എന്നെ അച്ഛനെ കേൾപ്പിച്ചില്ലേ എന്റെ മാതാവിന്റെ പാട്ട്? അമ്മേ പഠിക്ക, രണ്ടുപേരും മതി പഠിക്ക. ഇല്ലേ? പാടിക്കേ, നല്ലൊരു സമ്മാനം തരാം. പാടിയ പിടിക്കല്ലേ? ആ പാടിക്കോ. നിങ്ങളൊക്കെ അതിനെ പേടിപ്പിച്ചതാ പോകുന്നു. നിങ്ങൾ ചുമ്മാ അത് നോക്കണം. എല്ലാവരും നോക്കി ദേഷ്യത്തോടെ നോക്കുന്നതിനെ. പാവക്കുട്ടി ഒരു ഹാലിലിയ പറഞ്ഞു കൊടുത്തിരുന്നോനെ. ഒരു ഹാലിലിയ പറഞ്ഞത് ചേച്ചി എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ അവൾ പാടി. വേണ്ട വേണ്ട വേണ്ട. ഹാലലുയ ഹാലലുയ. യേശുവേ നന്ദി. ഹാലലുയ ഹാലലുയ ഹാലലുയ. നമ്മളെ സമർപ്പിച്ചല്ലേ പ്രാർത്ഥിച്ചേ. ഹാലലുയ ആശുപത്രി എടുത്താണ് കൊണ്ടുവന്നപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇതുവരെ പ്രശ്നം. ഇപ്പൊ 6 വയസ്സ് കഴിഞ്ഞു. 6 വർഷമായിട്ട് ആശുപത്രി പോയിട്ടേ ഇല്ല. ആശുപത്രി വളരെ വർഷമൊക്കെ വന്നാലേ ഉള്ളൂ. അതാ കുടലിൻ്റെതായ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അതാണ് ദൈവത്തിന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വലിയ നിലയിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്താണ്